കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകം 13 വയസ്സുള്ള കൊച്ചുമകൾ ഉൾപ്പെടെ 4 പ്രതികൾ പിടിയിലായിരിക്കുന്നു. എല്ലാ പ്രതികളും പ്രായപൂർത്തിയാകാത്തവരെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കൊലപാതകത്തിന് പിന്നിൽ കൊച്ചുമകളുടെ കൊട്ടേഷൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഞെട്ടിപ്പിക്കുന്ന വാർത്ത. വിവരങ്ങളുമായി ഷാജഹാൻ ആലപ്പുഴയിലും ചേരുകയാണ്. ഷാജി, കൊച്ചുമകളുടെ കൊട്ടേഷൻ, വയോധികന്റെ കൊലപാതകത്തിന് പിന്നിൽ 13 വയസ്സുള്ള കൊച്ചുമകൾ ഉൾപ്പെടെ എല്ലാവരും പിടിയിലായിരിക്കുന്നു. എന്താണ് ഷാജി സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും മനു, വളരെയധികം അതിശയം, അതായത് വളരെ അത്ഭുതത്തോടു കൂടിയാണ് നാട്ടുകാർ ഈ വാർത്ത കേട്ടത്. കാര്യം ഇപ്പോൾ ഈ കുട്ടികൾ 4 പേരും, അതായത് ഈ ചെറുമകളടക്കം 4 പേരും പോലീസ് കസ്റ്റഡിയിലാണ്, ഹരിപ്പാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഈ വയോധികൻ കൊല്ലപ്പെട്ട, കൈയും കാലും കെട്ടിയിട്ട് കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. അപ്പോൾ തന്നെ ഹരിപ്പാട് പോലീസിന് ചില സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചെറുമകളെയും മറ്റും ചോദ്യം ചെയ്തപ്പോഴാണ് വിവരം അറിയുന്നത്. ചെറുമക്കൾക്ക് ഐഫോൺ വാങ്ങാനും അതോടൊപ്പം തന്നെ കുട്ടിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള കൊല്ലം പരവൂർ സ്വദേശികളായിട്ടുള്ളവർക്ക് ബൈക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൊല നടത്തിയിരിക്കുന്നത്. ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഈ ദൃശ്യങ്ങൾ, കൊല നടത്തിയ ദൃശ്യങ്ങൾ, കുട്ടിക്ക് ഐഫോൺ വാങ്ങാനും സുഹൃത്തുക്കൾക്ക് ബൈക്ക് വാങ്ങാനും പണത്തിനു വേണ്ടി ഈ വയോധികനെ കൊല്ലുന്നു അല്ലേ? 13 വയസ്സേ ഉള്ള കുട്ടികൾക്ക്. തീർച്ചയായിട്ടും ഇതാണ് നമുക്ക് പ്രാഥമികമായിട്ട് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം ഈ മൊബൈൽ ഫോണിലൂടെ ഈ കൊലപാതക ദൃശ്യങ്ങൾ ചെറുമകളെ കാണിച്ചു എന്നുമാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പോലീസ് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ വയോധികൻ അല്പം സാമ്പത്തികമായിട്ട് അദ്ദേഹം മെച്ചപ്പെട്ട നിലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹരിപ്പാട് കരുവാറ്റയിലാണ് ഇവിടെ താമസം. ഇദ്ദേഹം ഒരു പുതിയ വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ദാരുണമായ സംഭവം ഉണ്ടായത്. പക്ഷേ പോലീസ് പുറത്തുള്ള മറ്റ് ക്രിമിനലുകളെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു സംശയം വരികയും പോലീസിന്റെ അന്വേഷണത്തിൽ ഈ ചെറുമകൾ തന്നെയാണ് കൊലപാതകത്തിന് കൊട്ടേഷൻ കൊടുത്തതെന്ന വിവരം ലഭിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 4 പേരും ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലാണ് ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഷാജി, ഞെട്ടിപ്പിക്കുന്നത് കേട്ടോ. കാരണം 13 വയസ്സുള്ള ഒരു കുട്ടി ഈ പറയുന്ന ഒരാളെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുക, അതും പ്രായപൂർത്തിയാകാത്ത കുറെ കുട്ടികൾ ആ കൊട്ടേഷൻ ഏറ്റെടുക്കുക, കൊലപാതകം ചെയ്യുക. ഷാജി, സത്യത്തിൽ ഇന്ന് നമ്മൾ ഞെട്ടിപ്പോകുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ. അമ്പരം നിൽക്കുകയാണ് ഞാനിവിടെ. തീർച്ചയായിട്ടും നമ്മൾ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് 2-3 തവണ അത് ക്രോസ് ചെക്ക് ചെയ്തു. കാര്യം അത്തരത്തിലുള്ള ഒരു വാർത്ത സത്യമാണോ എന്നറിയുന്നതിന് ക്രോസ് ചെക്ക് ചെയ്തു. കാര്യം നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ്. സിനിമയിൽ പോലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാര്യം കണ്ടിട്ടില്ല കൃത്യം ചെയ്യാൻ കഴിയുമോ എന്നൊരു നമുക്ക് സംശയം തോന്നാം. പക്ഷെ അത്തരമൊരു സംഭവമാണ് ഹരിപ്പാട് സംഭവിച്ചിരിക്കുന്നതെന്നാണ് പോലീസിൽ നിന്ന് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ വരുന്ന മണിക്കൂറുകളിൽ പോലീസ് നമുക്ക് കൈമാറും. പക്ഷെ ഇപ്പോൾ കൃത്യമായിട്ട് വിവരങ്ങൾ നൽകുന്നില്ല. ഇവരൊക്കെ തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളായതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മറച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇതാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഈ ചെറുമകൾ നൽകിയ കൊട്ടേഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രായമുള്ള വൃദ്ധനെ ഇവർ കൊലപ്പെടുത്തിയെന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ശരി, ഓക്കെ, താങ്ക് യു ഷാജി. കുട്ടികളൊന്നും വിളിക്കേണ്ട. കാരണം കുട്ടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിഷ്കളങ്കതയും ഒരു ബാല്യത്തിൻ്റെതായ ഭംഗിയൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണ്. ഇതൊക്കെ കുട്ടികളാണോ? നോക്കൂ, ഒരു വയോധികനായ മനുഷ്യനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് കൊട്ടേഷൻ? ഐഫോൺ വാങ്ങാനും ബൈക്ക് വാങ്ങാനും വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ മനസ്സെന്താണെന്ന്, അവരൊക്കെ ഏത് സാഹചര്യത്തിലൂടെയാണ് വളർന്നു വരുന്നതെന്ന്.